ഓഡിയോ ബന്ദ് ചെയ്തേരെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംച. ശ്രീരൂപം സാഗ്രജാതാൻ സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ നമ്മുടെ ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് ഈ നോട്ട്സ് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ വന്നു. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആദ്യം ഞാനിങ്ങനെ പോയിന്റ് വൈസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മള് ഏത് സമയത്ത് ശ്രീമദ് ഭാഗവതം വായിക്കാൻ വേണ്ടി കയ്യിലെടുക്കുന്നോ അല്ലെങ്കിൽ അഥവാ കേൾക്കാൻ തുനിയുന്നോ ആ സമയത്ത് ആദ്യം നമ്മൾ ശുകഗോസ്വാമിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തണം. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ സ്മരിക്കുകയെങ്കിലും വേണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു പക്ഷേ വൃന്ദാവനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമായിരുന്ന അതുല്യ കൃഷ്ണപ്രേമത്തെ, ആ കൃഷ്ണപ്രേമത്തിന്റെ അമൃതിനെ ഒരല്പമെങ്കിലും നമുക്ക് ആശ്വസിക്കാൻ ഈ ഭൗതിക ലോകത്തിലെ ബദ്ധജീവാത്മാക്കളായ നമുക്ക് യാതൊരുവിധ അർഹതയും അത് വായിക്കാനോ കേൾക്കാനോ ഇല്ലാതിരുന്നിട്ട് കൂടി ശുകഗോസ്വാമി നമ്മൾക്കായി അത് പങ്കുവെച്ചിരിക്കുന്നു. ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന പതീവ ജീവാത്മാക്കളായ നമ്മളുടെ ഉദ്ധാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പങ്കുവെച്ചിരിക്കുന്നു. നമുക്കിന്നതിന്റെ മഹത്വം മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് നമ്മൾക്ക് അദ്ദേഹത്തോട് ആ കടപ്പാട് തോന്നാത്തത്. ഇന്ന് നമുക്ക് കിട്ടിയ ആ ഭാഗ്യത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ഭൂമുഖത്ത് ജീവിച്ച് മരിച്ചുപോയ അനേക കോടി ജീവാത്മാക്കൾ, ഇന്നും ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന അനേകം കോടി ജീവാത്മാക്കൾ ഈ മഹത്തായ ശാസ്ത്രത്തെ അറിയാനോ കേൾക്കാനോ പോയ അവരുടെ ദൗർഭാഗ്യം നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമ്മുടെ സൗഭാഗ്യത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇന്ന് നമ്മൾ കാണുന്ന
പൊടിപടലങ്ങൾ നിറഞ്ഞ, പന്നിക്കൂട്ടങ്ങൾ നിറഞ്ഞ, കോൺക്രീറ്റ് ബിൽഡുകളിൽ ഉള്ള, റിക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന വൃന്ദാവനമല്ല യഥാർത്ഥ വൃന്ദാവനം. യഥാർത്ഥ വൃന്ദാവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കളും മരങ്ങളും പുഴകളും നദികളും നിറഞ്ഞ ആ പൂക്കളുടെയും താമരപ്പൂക്കളുടെയും മറ്റു പൂക്കളുടെയും മനോഹരമായ സുഗന്ധം പേറിക്കൊണ്ട് ഗോവർദ്ധനിൽ നിന്ന് വീശുന്ന ശുദ്ധ വായു, കാറ്റ് നിറഞ്ഞ ഒരു വൃന്ദാവനമുണ്ട്. ആ വൃന്ദാവനമാണ് ശുഗോസി നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ഈ പന്നികളും പട്ടിയും പൂച്ചയും കോഴിയും കാക്കയൊക്കെ കറങ്ങി നടക്കുന്ന വൃന്ദാവനമാണ് യഥാർത്ഥം എന്ന് നമ്മൾ ചിന്തിച്ചു പോയത്. ആ വൃന്ദാവനം നമ്മൾക്ക് അദ്ദേഹം കാണിച്ചു, ആ വൃന്ദാവനത്തിൽ നമ്മളെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏത് സമയത്ത് നമ്മൾ ഭാഗവതം വായിക്കാൻ എടുക്കുന്നോ, കേൾക്കാൻ തയ്യാറാകുമോ, അറ്റ്ലീസ്റ്റ് മനസ്സുകൊണ്ടെങ്കിലും അദ്ദേഹത്തെ നമ്മൾ നമിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന വൃന്ദാവനം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ വൃന്ദാവനത്തെ ഭഗവാന്റെ ആവരണ ശക്തിയാൽ മൂടി വെച്ചിരിക്കുകയാണ് കലിയുഗത്തില്. കാരണം നമുക്കത് കാണാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ, ഭഗവാന്റെ വാസസ്ഥലമാണ് വൃന്ദാവനം. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും, ഈ സൃഷ്ടിയിൽ ഏറ്റവും പരിശുദ്ധമായ പരിപാവനമായ സ്ഥലമാണ്. അനർത്ഥങ്ങളിൽ മൂടപ്പെട്ട് കിടക്കുന്ന നമ്മളുടെ ശരീരവും കണ്ണുനേത്രങ്ങളും പരിശുദ്ധമല്ല. അതുകൊണ്ട് തന്നെ ഈ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ആ വൃന്ദാവനത്തെ ഒരിക്കലും കാണാൻ പാടില്ല. ഭൗതിക മാലിന്യങ്ങൾ നിറഞ്ഞ നമുക്ക് മൂടപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ എപ്പോൾ വരെ ഈ മാലിന്യങ്ങളിൽ നിന്ന് നമ്മുടെ നേത്രങ്ങളെ, നല്ല നമ്മുടെ ശരീരത്തെ മുക്തിയാക്കാൻ കഴിയുന്നില്ല, നമ്മുടെ മനസ്സിനെ മുക്തരാക്കാൻ കഴിയുന്നില്ല, അപ്പോൾ വരെ നമുക്ക് ആ ദിവ്യധാമത്തിന്റെ ദിവ്യ ദർശനം ലഭിക്കില്ല. ശുദ്ധ ജീവാത്മാക്കളിൽ വൃന്ദാവനത്തിൽ പോകുമ്പോൾ യഥാർത്ഥ വൃന്ദാവനത്തെ അവർക്ക് ആസ്വദിക്കാനും കാണാനും കഴിയും. നമുക്ക് അവിടെ പന്നിയും പൊടിയൊക്കെ കാണാൻ പറ്റില്ല. അയ്യോ, ഇതാണോ വൃന്ദാവനം നമ്മൾ ചോദിച്ചു. പലർക്കും ഇത് കാണുമ്പോൾ അവര് നെറ്റി ചുളിക്കാറുണ്ട്, ഇതാണോ വൃന്ദാവനം എന്ന് ചോദിച്ചു. അത് വൃന്ദാവനത്തിന്റെ കുഴപ്പമല്ല, നമ്മളുടെ കുഴപ്പമാണ്, നമ്മളുടെ അശുദ്ധതയുടെ കുഴപ്പമാണ്, നമ്മളുടെ മനസ്സിലും ഹൃദയത്തിൽ നിറയ്ക്കുന്ന മാലിന്യങ്ങളുടെ കുഴപ്പമാണ്, മാലിന്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന കുഴപ്പമാണ്. അത് വൃന്ദാവനത്തിന്റെ കുഴപ്പമല്ല. അപ്പം അതെല്ലാം പറയുന്നത്, നമ്മളുടെ നേത്രങ്ങളിൽ കൃഷ്ണലേപനത്തിന്റെ അഞ്ജനം പുരട്ടിക്കഴിയുമ്പോൾ, നമ്മൾ ബ്രഹ്മസംഹിത ശ്ലോകമില്ലേ, പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ദൈ സദൈവ കൃതയേഷു വിലോകയന്ത്യം ശ്യാമസുന്ദരം അജിന്ത്യ ഗുണസ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജ. അപ്പൊ പ്രേമത്തിന്റെ അഞ്ജനങ്ങൾ നമ്മളുടെ നേത്രത്തിൽ കൊണ്ട് പുരട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ ധാമിനെ കാണാനും അതിനെ ആസ്വദിക്കാനും കഴിയുന്നു. പക്ഷെ ഈ ബദ്ധാവസ്ഥയിലും ഈ മാലിന്യാവസ്ഥയിലും ഈ അശുദ്ധാവസ്ഥയിലും കുറച്ചെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് അറിയാനും കേൾക്കാനും കഴിയുന്നത് ശുഗോസ്വാമിയുടെ കൃപ കൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പലതും നമ്മൾ ഈ ആത്മീയ കാര്യങ്ങൾ നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനേക്കാൾ മഹത്വം കർണേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതാണ്. കർണേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് അതാണ് ശ്രവണം. ശ്രവണമാണ്, അതായത് ഒരു സംഭവത്തിനെ അറിയാൻ വേണ്ടി നമ്മൾ 3 കാര്യങ്ങൾ പറയാറുണ്ട് ഒരു സംഭവത്തിനെ കാണാൻ വേണ്ടി. അതായത് ശബ്ദപ്രമാണം, അനുമാൻ പ്രമാണം, പ്രത്യക്ഷ പ്രമാണം. അത് പ്രത്യക്ഷ പ്രമാണത്തിനും അനുമാൻ പ്രമാണത്തിനെ കുറിച്ച് നമ്മൾ മഹത്വമായിട്ട് പറയുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ശബ്ദപ്രമാണത്തിനാണ്. അപ്പൊ ഭാഗവതത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ആ ദിവ്യധ്വനികളുടെ ശബ്ദ പ്രമാണത്തിലൂടെ നമുക്ക് വൃന്ദാവനത്തിനെ കാണാൻ പറ്റുന്നു. കുറച്ചൊക്കെ വൃന്ദാവനത്തെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് ശുഗോസ്വാമിയുടെ കൃപ കൊണ്ടാണ്. ഇനി നമുക്ക് ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 10ാമത്തെ സ്കന്ധത്തില് 21ാമത്തെ അധ്യായത്തില് 16ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാദവേ വ്രജപശൂൻ സഹരാമഗോപൈ സഞ്ചാരയന്തമനുവേണുമുദീരയന്തം പ്രേമപ്രവത്തുദീത കുസുമാവലീഭി സഖ്യോവ്യഥാത്സുവകുശാംബുദാദപത്രം. ദൃഷ്ട ആദവേ, ദൃഷ്ടം എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, ആദവേ എന്ന് പറഞ്ഞാൽ വലിയ ചൂടില്, ആരെ? വൃജപശൂൻ, വൃജത്തിലെ പശുക്കുട്ടങ്ങളെ കണ്ടിട്ട്. സഹ ആരോടൊപ്പം? സഹ എന്ന് പറഞ്ഞൊപ്പം. സഹ രാമഗോപൈ, രാമൻ എന്ന് പറഞ്ഞാൽ ബലരാമനും, ഗോപൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബലരാമൻ ഗോപന്മാരും. ആരോടൊത്താണ്? സഞ്ചാരയന്തം അനു, സഞ്ചാരി എന്ന് പറഞ്ഞാൽ മേയ്ക്കുന്നവൻ അനു,
ആവർത്തിച്ച് വേണും ഉദീരയന്തം, ഓടക്കുഴൽ വേണു, ഓടക്കുഴലിനെ ഉറക്കെ വായിക്കുന്ന കൃഷ്ണനോടൊപ്പം പോകുന്ന ഈ കൊടുംചൂടിൽ പോകുന്ന രാമ മറ്റു ഗോപന്മാരെയും പശുക്കളെയും കണ്ടിട്ട് പ്രേമ പ്രവൃത്ത ഉദീത കുസുമാവലിവി, പ്രേമം എന്ന് പറഞ്ഞാൽ പ്രേമ നിമിത്തം വർദ്ധിച്ച പ്രേമ നിമിത്തം ഉയർത്തിയ ജലഗണങ്ങൾ, ഉയർത്തിയ കുസുമ ആവിലിപി ജലഗണങ്ങൾ നിറഞ്ഞ പുഷ്പസമൂഹം, സഖ്യു സുഹൃത്ത്, ഇവിടെ സുഹൃത്ത് ആരാ? മേഘം പറയുക, മേഘത്തിനെ കുറിച്ചാണ് പറയുന്നത്. മേഘത്തിന്റെ സുഹൃത്ത് കൃഷ്ണൻ. അതെന്താണെന്ന് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. വ്യഥാത് സവ കുശാംബുത ആദപാത്രം, ആദപാത്രം എന്ന് പറഞ്ഞാൽ കുട, അമ്പുതം എന്ന് പറഞ്ഞാൽ മേഘം, മേഘത്തെ ഒരു കുട പോലെയാക്കി മേഘങ്ങൾ തന്നെ. നമുക്ക് എന്റെ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും വിവർത്തനം. ഗ്രീഷ്മകാല സൂര്യന്റെ കൊടും ചൂടിൽ പോലും ബലരാമനോടും മറ്റ് ഗോപബാലന്മാരോടും ഒപ്പം കാലിമേച്ച് നടക്കവേ കൃഷ്ണൻ തുടരെ വേണു ഊതിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് ആകാശത്തിലെ മേഘം സ്നേഹപൂർവം വിസ്തൃതമായി നിലകൊണ്ടു. എന്തിന്? സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ. സുഹൃത്തിനായി കുടയുടെ രൂപം കൈക്കൊണ്ട് മുകളിൽ വന്ന പുഷ്പങ്ങൾ പോലുള്ള ജലഗണങ്ങളും വർഷിച്ചു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. കൃഷ്ണൻ വേണു ഊതിക്കൊണ്ടു പോകുന്നു. കൃഷ്ണനോടൊപ്പം ബലരാമനും മറ്റു സഹബാലന്മാരും പശുക്കളുമുണ്ട്. അപ്പൊ തൻ്റെ പ്രേമ സതീർത്ഥ്യന് അല്ലെങ്കിൽ സുഹൃത്തിന് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ കാർമേഘങ്ങൾ ഒരു കുടയുടെ രൂപം കൊണ്ട് മുകളിൽ മൊത്തം സൂര്യന്റെ താപത്തെ തടഞ്ഞു നിർത്തി, മാത്രമല്ല ഉയർന്നു വന്ന ജലഗണങ്ങൾ അവരുടെ മുകളിൽ പതിപ്പിക്കുകയും ചെയ്തു. ഈ ശ്ലോകത്തിലൂടെ ശുഗുവസ്വാമി നമ്മളെ കാണിക്കുന്ന ഒരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് വൃന്ദാവനത്തിൽ ഒരു ദിവസം, ഒരു പകൽ, കൃഷ്ണൻ ഓടക്കുഴൽ വായിച്ചുകൊണ്ട് മുമ്പേ പോകുന്നു. തൊട്ട് പിന്നാലെ ബലരാമനും ആയിരക്കണക്കിന് സഹഗോപന്മാരും അല്ലെ. അപ്പം അതിനോടൊപ്പം തന്നെ നൂറുകണക്കിന് ആയിരക്കണങ്ങൾ പശുക്കള് അതിന്റെ പുറകിന് പോകും. ആ മനോഹരമായ ദൃശ്യമാണ് ഇവിടെ. ആ ചിത്രം ഒന്ന് സങ്കല്പിച്ചു, എത്ര മനോഹരമാണ്. അതാണ് ഇവിടെ ശുഗുവസ്വാമി നമുക്ക് വേണ്ടി വിവരിക്കുന്നത്. ഇപ്പൊ ഈ കാലാവസ്ഥ നല്ല ചൂടുള്ള, വേനൽക്കാലത്ത് നല്ല ചൂടുള്ളതാണെങ്കിലും കൃഷ്ണനോ ബലരാമനോ മറ്റു ഗോപന്മാർക്കോ എന്തിനേറെ വൃന്ദാവനവാസികൾക്കൊന്നും ആ ചൂട് ഒരിക്കലും അനുഭവപ്പെടത്തില്ല. ചൂടെന്ന ഒരു കാലാവസ്ഥയിലും തീഷ്ണത അവർക്ക് അനുഭവപ്പെടത്തില്ല. പ്രകൃതി അതിനുവേണ്ട അറേഞ്ച്മെന്റ് അവിടെ ചെയ്തിട്ടുണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയാണ്. അപ്പൊ ഭഗവാൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ വൃന്ദാവനത്തിൽ ഒരു കാലാവസ്ഥയുടെ എഫക്റ്റ് അവിടെ ഉണ്ടാകില്ല, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. പ്രകൃതി എന്തൊക്കെ അറേഞ്ച്മെന്റ് ആയിരിക്കുന്നു? ഒന്ന് പ്രധാനപ്പെട്ടത്, ഈ മലകളിൽ നിന്ന് വരുന്ന കാറ്റ്, ചൂടുള്ള കാറ്റാണ് വരുന്നത്. അത് യമുനയെ ക്രോസ് ചെയ്യുമ്പോൾ യമുന തന്റെ ജലഗണങ്ങൾ മുകളിലോട്ട് എറിഞ്ഞു കൊടുക്കും. അപ്പൊ ഈ ചൂടുള്ള കാറ്റ് വരുമ്പം ഈ ജലഗണങ്ങൾ വന്ന് ഇതിനെ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഒരു കൂളറിൽ നിന്ന് വരുന്ന കാറ്റിന്റെ പോലെ നല്ല ശീതളമായ കാറ്റാണ് വരുന്നത്. ഈ കാറ്റ് യമുനയിലെ താമരപ്പൂക്കളുടെ സുഗന്ധവും ഗോവർദ്ധന പർവ്വതത്തിലുള്ള മറ്റു പുഷ്പങ്ങളുടെ സുഗന്ധവും കൂടെ ആഡ് ചെയ്യും. അപ്പൊ വൃന്ദാവനത്തിൽ വീശുന്ന കാറ്റ് വളരെ സുഗന്ധമുള്ളതും അതുപോലെ കുളിർമയാർന്നതുമാണ്. അപ്പൊ വൃന്ദാവനവാസികൾക്ക് ആ ചൂടത്ത് ഒരു AC റൂമിലോ കൂളറിലോ കൂളറിന് മുമ്പിലോ ഇരിക്കുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പൊ കാറ്റിന് കുളിർമയുണ്ടെന്ന് മാത്രമല്ല സുഗന്ധവുമുണ്ട്. അപ്പൊ രണ്ടാമത്തെ അറേഞ്ച്മെന്റ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏത് കാലാവസ്ഥയും ഒരു പ്രയാസവും കൂടാതെ അവിടെ ജീവിക്കുവാൻ പ്രകൃതി അവർക്ക് വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു. അപ്പൊ അതിനൊപ്പം ശുഗോസ്വാമി അല്ലെങ്കിൽ ഗോപികമാരിവിടെ പറയുന്നത് എന്താണ്? കാർമേഘങ്ങൾ ഒരു കുടയാൽ വൃന്ദാവനത്തിന് മുകളിൽ വന്നിട്ട് വൃന്ദാവനത്തെ സൂര്യതാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പൊ ആദ്യത്തെ ഒരു അറേഞ്ച്മെന്റ് ഞാൻ പറഞ്ഞു, 2 കാർമേഘവും ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുടയായി രൂപപ്പെട്ടിട്ട് ചെറിയ കണങ്ങൾ തളിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വേനൽക്കാലത്ത് കാർമേഘങ്ങൾ എവിടെയാ കാണുന്നത്? ഒരു കോൺട്രാഡിക്ടറി ആയിട്ട് തോന്നില്ലേ? വേനൽക്കാലത്തിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ കാർമേഘങ്ങൾ എങ്ങനെയാ വരുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതിയുടെ അറേഞ്ച്മെന്റ് ആണത്. അത് തന്നെയല്ല, കാർമേഘങ്ങൾക്കറിയാം, അതായത് കാർമേഘത്തിനെ
വർഷിക്കേണ്ടത് അല്ലെങ്കിൽ വിടേണ്ട ആരെ? ഇന്ദ്രനാണ്, മഴയുടെ അധിപനാണ്. അപ്പൊ ഇന്ദ്രനറിയാം സാക്ഷാൽ പരമ്പുരുഷോത്തൻ ഭഗവാൻ അവിടെയുണ്ട്, അപ്പൊ ഭഗവാന് ബുദ്ധിമുട്ട് വരരുത്, അതുകൊണ്ട് ഇന്ദ്രൻ കാർമേഘങ്ങളെ അയക്കുന്നു. അല്ലെങ്കിൽ കാർമേഘങ്ങൾക്കറിയാം തങ്ങളുടെ പ്രാണനാഥൻ തങ്ങളുടെ സഖ, അത് എന്തുകൊണ്ടാണ് പ്രാണനാഥൻ സഖയാണെന്ന് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്, വൃന്ദാവനത്തിലുണ്ട്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വയം വന്നതാകാം. എന്തായാലും ശരി, വൃന്ദാവനത്തിന്റെ മുകളിൽ അപ്പോൾ ആ സമയത്ത് കാർമേഘങ്ങളുണ്ട്. അപ്പൊ അവർക്കറിയാം ഇത് സാധാരണ ഗോപബാലനല്ല, സാക്ഷാൽ ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സേവ ചെയ്യാനുള്ള അർത്ഥവും ഒരവസരവും അല്ലെ കൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്ന ഒരവസരവും ആരും വൃന്ദാവനത്തുള്ള ചരങ്ങളായും അചരങ്ങളായും നമ്മൾ കണ്ടു, പക്ഷികള്, മൃഗങ്ങള്, വൃക്ഷലതാദികള്, നദികള്, ഇപ്പൊ കാർമേഘങ്ങള്, ഇനി മലകള്, ഇവരൊന്നും ആ അവസരം പാഴാക്കില്ല. ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത്, ഏത് സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സേവ കിട്ടാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതൊപ്പം ഗ്രാബ് ചെയ്തിരിക്കണം, അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. സേവ, കൃഷ്ണ സേവ കിട്ടുന്നത് കൃഷ്ണ കൃപ കൊണ്ടാണ്, ഗുരു കൃപ കൊണ്ടാണ്. നമുക്ക് ഏതെങ്കിലും ഒരു സേവ കിട്ടിയാൽ ഉടനെ സേവയ്ക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാണ്, ഒഴികഴിവ് പറയരുത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിന്റെ അർത്ഥം എന്താണ്? ഹേ കൃഷ്ണ, ഹേ രാധേ, എന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സേവയിൽ എൻഗേജ് ചെയ്യുക. ഇതാണ് പ്രഭു നമുക്ക് നൽകുന്ന അർത്ഥം. അപ്പൊ ദിവസവും 16 മാല ജപിക്കുന്ന വ്യക്തി 16 പ്രാവശ്യം ഭഗവാൻ 108 × 16 അത്രയും പ്രാവശ്യം നമ്മൾ 1725 അല്ലെ, 1728 25 106 16 106 1728 പ്രാവശ്യം നമ്മൾ ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, രാധാറാണിയോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെ അവിടുത്തെ സേവയിൽ എൻഗേജ് ചെയ്യാൻ. അപ്പോഴായിരിക്കും സർവീസ് ഇൻചാർജ് വിളിച്ചിട്ട് പറയുന്ന, മാതാജി അല്ലെ പ്രഭുജി, മാതാജി ഇന്ന് അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ട്, വെജിറ്റബിൾ കട്ടിങ് ഒന്ന് വരാമോ, സാമ്പാറിന് അരിയാൻ. അയ്യോ പ്രഭു എനിക്ക് സമയമില്ല. പിന്നെയും പറയുന്നത് എന്തുവാ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, എന്നെ അവിടുത്തെ സേവ തരും. സേവ തരുമ്പോ നമ്മളത് പാത്രം കഴുകാനാണെങ്കിൽ നമ്മൾ എനിക്ക് സമയമില്ല, അല്ലെ കൈയുടെ പുറം വേദനയാണ്. അപ്പൊ നമ്മൾ ദിവസവും വിളിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് സേവ തരുമ്പം ആ സേവയെ ഗ്രാബ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സേവ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന വിഗ്രഹത്തിന് ഒരുക്കുന്നതും വാമാല കെട്ടും അല്ല. അമ്പലം തൂക്കാനോ പാത്രം കഴുകാനോ തുടയ്ക്കാനോ എന്ത് കിട്ടിയാലും അത് കൃഷ്ണ സേവയാണ്. അതിനെ നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അപ്പൊ സേവ ചെയ്യാനുള്ള അവസരം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വന്നു. ഒന്ന്, കൃഷ്ണന് ഇഷ്ടം തോന്നുന്ന പ്രവൃത്തി. ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്ന്, കൃഷ്ണന് ഇഷ്ടം തോന്നുന്ന പ്രവൃത്തി, അല്ലെ കൃഷ്ണന് പ്രസന്നത ഉണ്ടാക്കുന്ന പ്രവൃത്തി. രണ്ട്, കൃഷ്ണന് പ്രസന്നത ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. രണ്ടെന്നുള്ള വ്യത്യാസം ആർക്കും അറിയാവും. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നു, അത് കൃഷ്ണ പ്രസന്നത ഉണ്ടാക്കുന്നു. ഒരു പ്രവൃത്തി നമ്മൾ കൃഷ്ണ പ്രസന്നത ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു. രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാം. ആർക്കെങ്കിലും എനി ഐഡിയ? ആർക്കും ഇല്ല? ശരി, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഹിരണ്യകശിവും ഭഗവാനുമായിട്ട് യുദ്ധം ഉണ്ടായി. അതിൽ ഭഗവാൻ ഒത്തിരി പ്രസന്നത ഉണ്ടായി, ആനന്ദമുണ്ടായി. കാരണം എന്താ? രൗദ്രരസം ആസ്വദിക്കാൻ ഭഗവാന് പറ്റി. ഹിരണ്യകശുവിനെ പോലുള്ള ഒരാൾക്ക് ഭഗവാൻ നരസിംഹമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റും. അങ്ങനെ യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ ഭഗവാൻ വളരെ അതുകൊണ്ടാണ് സുപ്രഭാതം മുതൽ സായങ്കാലം വരെ ഭഗവാൻ അടിച്ചുകൊണ്ട് നിന്നത്. ഭഗവാൻ ഒരുപാട് ആനന്ദം കിട്ടി, പ്രസന്നത കിട്ടി. ഒരുപാട് നാളുകൊണ്ട് ഭഗവാൻ അങ്ങനെ രൗദ്രരസം ആസ്വദിക്കാൻ പറ്റാതിരിക്കുകയായിരുന്നു. പ്രഭു ശ്രീറാം രാവണനുമായിട്ട് യുദ്ധം ചെയ്തു, ഭഗവാൻ ആനന്ദം ലഭിച്ചു. കാരണം വീര്യരസം ആസ്വദിക്കാൻ പറ്റി. ഈ പ്രവൃത്തികൾ രണ്ടും ഭഗവാന് പ്രസന്നതയുള്ളവാക്കി. ഞാൻ പറഞ്ഞല്ലോ, വീര്യരസവും രൗദ്രരസവും ഭഗവാൻ ആനന്ദം ഉണ്ടാക്കി. പക്ഷേ ഭഗവാൻ ആനന്ദം കിട്ടണമെന്ന് പറഞ്ഞിട്ടല്ല അവർ ചെയ്തത്. അവർ ഭഗവാനോട് യുദ്ധം ചെയ്തതിന്റെ ഉദ്ദേശം വേറെയായിരുന്നു. ഭഗവാന് ആനന്ദം ലഭിച്ചു, അത് വേറെ കാര്യം. പക്ഷെ നമ്മളൊരു സേവ ചെയ്യുമ്പോൾ ആ സേവ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം. അത് മനസ്സുകൊണ്ട് ചെയ്യണം, ഹൃദയത്തെ ടച്ച് ചെയ്തുകൊണ്ട് ചെയ്യണം. ഒരു പൂ ഭഗവാൻ ഓഫർ ചെയ്യുമ്പോൾ പോലും നമ്മളുടെ ഹൃദയം വെറും യാന്ത്രികമായിട്ട് കറക്കിട്ട് താഴെ ഇടുന്നതല്ല. ഹേ കൃഷ്ണ, ഈ പുഷ്പം അങ്ങയുടേതാണ്, ഈശാവാസ്യം ഇതം സർവം, ഇത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തി, അത് തൂക്കുന്നതായിട്ട്, തുടയ്ക്കുന്നതായിട്ട്, പാത്രം കഴിഞ്ഞായിട്ട്, വെജിറ്റബിൾ അരിയുന്നതായിട്ട്, പ്രസാദം വിളമ്പുന്നതായിക്കോട്ടെ, ദാറ്റ് ഷുഡ് ബി ഫോർ പ്ലീസിങ് കൃഷ്ണ. അത് കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ളതായിരിക്കണം. അത് സർവീസ് ഇൻചാർജിനെ, മറ്റുള്ള ഭക്തന്മാരെ കാണിക്കാൻ വേണ്ടിയുള്ളതാകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ. ഓക്കെ. അപ്പൊ ഈ ശ്ലോകത്തിന്റെ കമന്ററിയില് ശ്രീ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറും ശ്രീ ജീവ ഗോസ്വാമിയും വളരെ മനോഹരമായ കമന്ററിയാണ് തന്നിരിക്കുന്നത്. ഇവിടെ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്, കാർമേഘങ്ങൾ ഭഗവാനെ സേവിക്കുന്ന ഏതൊക്കെ രസത്തിലാണ്? 5 രസം: ശാന്തരസം, സാഖ്യരസം, വാത്സല്യരസം, പിന്നെ മാധുര്യരസം അവസാനത്തെ. സാഖ്യരസം, ദാസ്യരസം, ശാന്തരസം, ദാസ്യരസം, സാഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. അതില് സാഖ്യരസത്തിലാണ് മേഘങ്ങൾ ഭഗവാനെ സേവിക്കുന്നത്. സാഖ്യരസം എന്ന് പറഞ്ഞാൽ സുഹൃത്തിനോട് കൊടുക്കുന്ന, സുഹൃത്തിന് വേണ്ടി ചെയ്യുന്ന സേവ. ഒരു സുഹൃത്തുക്കൾ വേറെ സുഹൃത്തിന് ചെയ്യുമ്പോഴുള്ള സേവയും മാതാപിതാക്കൾ ചെയ്യുന്നതും കാമുകിയായി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമാണ്. ഇവിടെ കാർമേഘങ്ങൾ കൃഷ്ണൻ തന്റെ സുഹൃത്തായിട്ടാണ് കാണുന്നത്. അതിന് വളരെ മനോഹരമായ 3 കാരണങ്ങളാണ് ശ്രീ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്. കാർമേഘം ആദ്യം പറയുന്നത്, ഈ കൃഷ്ണൻ ഞങ്ങളുടെ സുഹൃത്താണ്. ആരുടെ? കാർമേഘത്തിന്റെ. കാരണം എന്താണ്? കൃഷ്ണനും ശ്യാമവർണ്ണമാണ്, ഞങ്ങൾക്കും ശ്യാമവർണ്ണമാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും നിറം ഒന്നായതിനാൽ അവർ ഞങ്ങളുടെ സുഹൃത്താണ്. ആര്? കൃഷ്ണൻ ഞങ്ങളുടെ സുഹൃത്താണ്. രണ്ടാമത്തെ കാരണം പറയുന്നത്, കൃഷ്ണൻ ശ്യാമവർണ്ണമാണെങ്കിലും ഉടുക്കുന്ന വസ്ത്രമോ ഉരുകുന്ന സ്വർണത്തിന്റെ കളർ, അല്ലെ? മെൽറ്റഡ് ഗോൾഡിന്റെ കളർ, പീതാംബര വസ്ത്രധാരിയാണ് ഭഗവാൻ. അപ്പൊ ശ്യാമവർണ്ണത്തിലുള്ള ഭഗവാൻ പീതാംബരം ധരിക്കുമ്പോൾ എപ്രകാരം ഭഗവാനെ കാണുന്നു, അതേപോലെയാണ് ഈ ശ്യാമവർണ്ണമായ ഞങ്ങളുടെ ഇടയിൽ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ പ്രകാശത്തിന്റെ നിറവും പീതാംബരമായിട്ട് വ്യത്യാസമില്ല, രണ്ടും ഗോൾഡൻ കളറാണ്. അപ്പൊ ഇടി വെട്ടുമ്പോൾ ഉണ്ടാകുന്ന മിന്നൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശം കാർമേഘത്തിൽ വരുമ്പോൾ മേഘം പറയുന്നത്, ഇത് കൃഷ്ണനെ ഓർമ്മിക്കാൻ കഴിയും. കൃഷ്ണൻ എപ്രകാരം പീതാംബര വസ്ത്രം ഉടുത്തു നിൽക്കുന്നു, അതേപോലെയാണ് ഞങ്ങൾ ഈ മിന്നൽ പിണരിനെ ഉടുത്തു വെച്ചിരിക്കുന്നത്. തിരിച്ചും പറയാം, കൃഷ്ണൻ പീതാംബര വസ്ത്രം ഉടുത്ത് കാണുമ്പോൾ കാർമികത്തിന്റെ ഇടയിൽ മിന്നൽ പിണർ വരുന്നത് പോലെ നമുക്ക് തോന്നും. 2 കാരണങ്ങൾ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് അവർ പറയുന്നത്, എത്ര വലിയ താപം, വേനൽ ചൂടാണെങ്കിൽ ശരി, ഞങ്ങളുടെ ശീതളമായ ജലക്കണികൾ വന്ന് പതിക്കുമ്പോൾ എല്ലാ ജീവാത്മാക്കളുടെയും താപം ആ വേനൽ ചൂടിൽ നിന്ന് അവർക്ക് മുക്തി ലഭിക്കുന്നു. പറഞ്ഞു മനസ്സിലായില്ലയോ? ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ഇടി വെട്ടുന്നുണ്ട്. ഈ ചൂടായി കുറച്ച് ദിവസം മുമ്പ് ഇപ്പൊ AC ഓഫ് ചെയ്തിട്ടേക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒരു AC ഓൺ ചെയ്യണമായിരുന്നു, അത്ര ചൂടായിരുന്നു. ഇപ്പൊ വെറും ഫാനിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. കാരണം എന്താ? ആ കാർമേഘം തളിച്ച ജലകണങ്ങൾ നമ്മളുടെ ഭൂമിയിൽ വന്ന് വീണ് കഴിഞ്ഞപ്പോൾ, അല്ല നമ്മുടെ ശരീരത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആ ചൂട്, ആ താപം ഇല്ലാതാക്കി. അതേപോലെ ഭൗതിക ദുഃഖങ്ങളിൽ ഉഴലുന്ന നമ്മളുടെ ഹൃദയത്തിൽ കൃഷ്ണന്റെ ഒരു നോട്ടം, കൃഷ്ണന്റെ ഒരു പുഞ്ചിരി അമൃതവർഷം ചൊരിയും. നമ്മളുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ ആ പുഞ്ചിരിക്ക്, ആ നോട്ടത്തിന്, ഒരു കൊണ്ട് കഴിയും. അപ്പം കൃഷ്ണന്റെ ആ നോട്ടത്തെ, കൃപാവർഷത്തെ കാർമേഘങ്ങൾ തങ്ങളുടെ മഴത്തുള്ളികളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് പറയുന്നത്, ഞങ്ങളുടെ സുഹൃത്താണ് കൃഷ്ണൻ, ഈ 3 കാരണങ്ങൾ കൊണ്ട്. അപ്പം അതുകൊണ്ടാണ് കാർമേഘങ്ങൾ കൃഷ്ണൻ തങ്ങളുടെ സുഹൃത്തായി കാണുന്നത്. കാരണം ഇതാണ് സാഖ്യരസത്തിൽ സേവിക്കാനുള്ള കാരണം. സാഖ്യരസത്തില് സാഖ്യന്മാരുടെ സഖാക്കളുടെ എല്ലാമാണ് കൃഷ്ണൻ. അവരുടെ ഹൃദയമാണ് കൃഷ്ണൻ. അവരുടെ ഹൃദയം തുടിക്കുന്നത് പോലും കൃഷ്ണന് വേണ്ടിയാണ്. അത് പ്രേമത്തിന്റെ, അവരുടെ ആ സാഖ്യത്തിലുള്ള പ്രേമത്തിന്റെ ഏറ്റവും ഉന്നത അവസ്ഥയാണത്. കൃഷ്ണന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും അവർക്ക് തയ്യാറാണ്. എന്ത് ത്യാഗം സഹിക്കാനും അവർ തയ്യാറാണ്. അപ്പൊ ഇവിടെ ഗോപികമാര് പറയുന്നത്, ഈ കാർമേഘങ്ങളെ നോക്കൂ, എന്ത് ഭാഗ്യം ചെയ്തവരാണ് അവര്. അവർക്ക് ഇത്രയും ദൂരെയാണെങ്കിലും, അതായത് ഭൂമിയിൽ നിന്നും എത്രയോ മൈലുകൾ അകലെയാണെങ്കിൽ കൂടി
അവർക്ക് കൃഷ്ണനെ സേവിക്കാൻ കഴിയുന്നു. നമ്മളോ? നമ്മൾ വൃന്ദാവനത്തിലായിരുന്നിട്ട് കൂടി നമുക്ക് കൃഷ്ണനെ സേവിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ എത്ര നിർഭാഗ്യവതികളാണ്. മനുഷ്യജന്മം കിട്ടിയിട്ടും വൃന്ദാവനത്തിലായിരുന്നിട്ട് കൂടി, സാക്ഷാൽ കൃഷ്ണൻ അടുത്ത് ഉണ്ടായിരുന്നിട്ട് കൂടി നമുക്ക് കൃഷ്ണനെ സേവിക്കാൻ കഴിയുന്നില്ല. ജീവനില്ലാത്തവയായിട്ട് കൂടി, കൃഷ്ണനിൽ നിന്നും മൈലുകളോളം അകലെ ആയിരുന്നിട്ട് കൂടി അവർക്ക് കൃഷ്ണനെ സേവിക്കാൻ കഴിയുന്നു. ഈ വേനൽ ചൂടിന് കൃഷ്ണന് ശീതളതയേകാൻ അവർക്ക് നൽകാൻ അവർക്ക് കഴിയുന്നു. എത്ര ഭാഗ്യവാന്മാരാണ് അവർ. നമ്മൾ എത്ര നിർഭാഗ്യവതികളാണ്. അപ്പൊ ഇവിടെ എന്ത് ത്യാഗമാണ് കാർമേഘങ്ങൾ കൃഷ്ണന് വേണ്ടി ചെയ്യുന്നത്? അതായത് ഗോപികമാര് പറയുന്നത്, ഇത്രയും ദൂരെ ആയിട്ട് കൂടി കൃഷ്ണന് വേണ്ടി അവർക്ക് ഒരുപാട് ത്യാഗം ചെയ്യാൻ കഴിയുന്നു. അപ്പം എന്ത് ത്യാഗമാണ് കാർമേഘങ്ങൾ ചെയ്യുന്നത്? ആലോചിച്ചാൽ കിട്ടും. എന്ത് ത്യാഗമാണ് കാർമേഘങ്ങൾ ചെയ്യുന്നത്? ആർക്കും പറയാമോ എന്ത് ത്യാഗമാണ് ചെയ്യുന്നതെന്ന്? ട്രാൻസ്ലേഷൻ പറഞ്ഞിട്ടുണ്ട്, നോക്ക്. അവരാദ്യം ഒരു കുടയായി വികസിച്ചതിന് ശേഷം സഖ്യുവ്യതാ സ്വപുഷാംബുത ആദപത്രം. സ്വതേ എന്നാണ് അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. സ്വതേ പുഷ്പാംബുദം ആദപത്രം. ആദപത്രം എന്ന് പറഞ്ഞാൽ കൂടാതെ അംബുദ മേഘം. സ്വദേഹത്തിനാൽ അവര് കുസുമ ആവ്യലീഭി ജലകണങ്ങൾ വർഷിച്ചു കൃഷ്ണന് വേണ്ടി. ഇതാണ് അവർ ചെയ്ത ത്യാഗം. അപ്പൊ നമ്മൾ ചിന്തിക്കുക, എന്താണ് ഇതിനകത്ത് വലിയ ത്യാഗം? ഒരു കാർമേഘത്തിന് ജലഗണങ്ങളായി മാറണമെങ്കിൽ അവർ അവരുടെ ശരീരം ഉപേക്ഷിക്കുകയാണ്. അവരുടെ ശരീരമാണ് മേഘം എന്ന് പറയുന്ന മേഘം അവരുടെ ശരീരമാണ്. ആ മേഘത്തിന്റെ ആ ശരീരത്തിന് ജനഗണങ്ങളായിട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ അവരുടെ ശരീരം അവിടെ ഇല്ലാതാകുകയാണ്. ആ ശരീരത്തിന് സ്വയം ഉരുകി കൃഷ്ണന്റെ സേവയ്ക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു. ഇതിനേക്കാൾ മഹത്തായ ത്യാഗം എവിടെയാണ് കാണാൻ കഴിയുന്നത്? ഇത് ഗോപികമാര് പറയുന്നതാണ്. അപ്പൊ ഗോപികമാര് പറയുന്നത്, ഞങ്ങൾ സ്വയം ഉരുകാനും നശിക്കാനും തയ്യാറായിട്ട് ഇവിടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. നമുക്കതിനുള്ള അവസരം കിട്ടുന്നില്ല, നമുക്കതിനുള്ള അർഹതയില്ല. ആ കാർമേഘങ്ങളെ നോക്കൂ, എത്ര സൗഭാഗ്യവാന്മാരാണ് അവര്. അവർ കൃഷ്ണന് വേണ്ടിയിട്ട് സ്വയം ഒരു കുടയുടെ രൂപം കൊടുത്ത് വേനൽ ചൂടിന് കൃഷ്ണനെ രക്ഷിക്കുക മാത്രമല്ല, സ്വയം ഉരുകി, സ്വയം ഇല്ലാതായി, തങ്ങളുടെ അസ്തിത്വം പോലും ഇല്ലാതാക്കി കൃഷ്ണന് വേണ്ടി ജലഗണങ്ങളായി മാറി കൃഷ്ണ സേവ ചെയ്യുന്നു. ഇതിനേക്കാൾ സൗഭാഗ്യം ആർക്ക് എവിടെ കിട്ടുകയാണ്? അവരുടെ അസ്തിത്വം പോലും അവർ ഇല്ലാതായി. ഈ മേഘങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. തങ്ങൾക്കും അതുപോലെ കൃഷ്ണന് വേണ്ടി സ്വയം ഉരുകി ഇല്ലാതാകാൻ തയ്യാറാണ് ഞങ്ങള്. പക്ഷെ അതിനുള്ള ഭാഗ്യം, സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല. വളരെ വളരെ ഒരു എന്താ പറയാ, മനസ്താപത്തോടു കൂടിയാണ് ഗോപികമാർ ഈ ശ്ലോകം പറയുന്നത്. അവർ കരഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം പറയുന്നത്. അവരുടെ ആ ഒരു ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടില്ല. അത് പ്രേമാഭക്തിയുടെ ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിൽ ചെന്നിട്ട് കാണുന്നതും കേൾക്കുന്നതുമെല്ലാം കൃഷ്ണനും കൃഷ്ണനെ കുറിച്ചുള്ളതും മാത്രം. ഈ അവസ്ഥ അതായത് നവവിധ ഭക്തിയില്, നവവിധ ഭക്തി ഉണ്ടോ, ഭക്തിയുടെ 9 അവസ്ഥയില് ഏറ്റവും ടോപ്പ് അവസ്ഥ ശ്രദ്ധ, സാധുസംഗ്, ഭജനക്രിയ, അനർത്ഥവൃത്തി, നിഷ്ഠ, രുചി, ആസക്തി, ഭാവ്, പ്രേം. ആ 9ാമത്തെ ടോപ്പ് അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം കൃഷ്ണനെ കുറിച്ചായിരിക്കും. ഇപ്പൊ കാർമേഘങ്ങൾ കാണുമ്പോൾ അവർക്ക് കൃഷ്ണ ഓർമ്മ വരും. കമാൽ വൃക്ഷം കാണുമ്പോൾ അവർക്ക് കൃഷ്ണ ഓർമ്മ വരും. യമുന കാണുമ്പോൾ അവർക്ക് കൃഷ്ണ ഓർമ്മ വരും. പൂക്കളുടെ സുഗന്ധങ്ങൾ വരുമ്പോൾ അവർക്ക് കൃഷ്ണ ഓർമ്മ വരും. എല്ലായിടത്തും കൃഷ്ണമയം മാത്രമായിരിക്കും. അപ്പൊ കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ, അതായത് ഇന്ന് 15ാമത്തെ ഇന്നത്തെ 16ാമത്തെ ശ്ലോകങ്ങളായിട്ട് 2 അചേതന വസ്തുക്കളെ കുറിച്ചാണ് ഗോപികമാര് വർണ്ണിച്ചിരിക്കുന്നതും സുഗോസ്വാമി നമ്മളിൽ എത്തിച്ചിരിക്കുന്നത്. ഇതുവരെ അവർ പറഞ്ഞ ജീവനുള്ള പക്ഷികള്, മൃഗങ്ങള്, വൃക്ഷങ്ങൾ, ലതകളെ കുറിച്ചായിരുന്നു. അപ്പൊ കഴിഞ്ഞതിലും നദിയെക്കുറിച്ചും ഇതിൽ മേഘങ്ങളെ കുറിച്ചും ഇനിയും പറയുന്നുണ്ട് അതുപോലെയുള്ളത്. അപ്പൊ ഈ ഗോപികമാർ അവരുടെ ഇമോഷനിൽ പറഞ്ഞ ഇതാണ്, ജീവനില്ലാത്ത വസ്തുക്കൾക്ക് പോലും, അചേതനയായ വസ്തുക്കൾക്ക് പോലും കൃഷ്ണ സേവ ചെയ്യാൻ കഴിയുന്നു. പക്ഷെ നമ്മൾക്കതുകൊണ്ട് എന്ത് ഫലം? നമ്മൾക്കതിന് കഴിയുന്നില്ല.
നമ്മൾക്കിടെ ദൗർഭാഗ്യവും അവരുടെ ഭാഗ്യവും ഓർത്തിട്ടാണ് ഗോപികമാർ വിലപിക്കുകയാണ് ഇവിടെ. നമ്മൾ 16-ാമത്തെ ശ്ലോകവും അതിന്റെ ട്രാൻസ്ലേഷനും വായിച്ചു. അതിന്റെ വിവർത്തനം കൂടെ വായിക്കണം. പ്രഭുപാദിന്റെ ഭാവാർത്ഥം ഒരു ചെറിയൊരു പാരഗ്രാഫാണ്. ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ വായിക്കാം. ഇത്രയും കേട്ട് കഴിയുമ്പോൾ ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നൂടെ. ഗ്രീഷ്മകാല സൂര്യന്റെ കൊടും ചൂടിൽ പോലും ബലരാമനോടും മറ്റ് ഗോപവാൽമരോടൊപ്പം കാലിമേച്ച് നടക്കവേ കൃഷ്ണൻ തുടരെ വീണു ഊതിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് ആകാശത്തിലെ മേഘം സ്നേഹപൂർവ്വം വിസ്തൃതമായി നിലകൊണ്ടു. സുഹൃത്തിനായി കുടയുടെ രൂപം കൈക്കൊണ്ട് മുകളിൽ നിന്ന് വന്ന പുഷ്പങ്ങൾ പോലുള്ള ജനഗണങ്ങളും അവർ ഭക്ഷിച്ചു. ഇതിനെക്കുറിച്ച് കൃഷ്ണ പരമ ദിവ്യോത്ത പുരുഷൻ എന്ന ഗ്രന്ഥത്തിൽ ചില പ്രഭുപാദ് ഇപ്രകാരം പറയുന്നു: ശരത്കാലത്തെ പൊള്ളുന്ന ചൂട് ചിലപ്പോൾ അസഹനീയമായിരിക്കും. അതിനാൽ കൃഷ്ണനോടും ബലരാമനോടും അവരുടെ കൂട്ടുകാരോടുമുള്ള അനുകമ്പ മൂലം അവർ വേണു വായിക്കുമ്പോൾ മേഘമാലകൾ അവരുടെ തലയ്ക്ക് മീതെ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണനുമായി ചങ്ങാത്തം കൂടാനായി സുഖമരുള്ളുന്ന ഒരു കുട പോലെ മേഘം അവരുടെ തലയ്ക്ക് മുകളിൽ നിന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സാഖ്യരസത്തിലാണെന്ന് പറഞ്ഞത്. അപ്പം വൃന്ദാവനത്തിലുള്ള ചേതനയുള്ളതിനെ കുറിച്ചും വൃന്ദാവനത്തിൽ വെളിയിലുള്ള ചേതനയെ കുറിച്ചും വൃന്ദാവനത്തിൽ വെളിയിലുള്ള ചേതനയെ കുറിച്ചും നമ്മളൊരു ശ്ലോകത്തിൽ കണ്ടായിരുന്നു. ദേവി ദേവതമാര് വിമാനത്തിൽ പോയപ്പം ഈ വേണുനാഥം കേട്ട് കൃഷ്ണ പങ്ക് കേട്ടിട്ടും ദേവതമാർ ബോധം കെട്ട് വീണതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിനെക്കുറിച്ച് അവരെല്ലാം വർണ്ണിച്ചു കഴിഞ്ഞു. ജീവനുള്ളതിനെ കുറിച്ചെല്ലാം വർണ്ണിച്ചു കഴിഞ്ഞു. ഇനി അവർക്ക് വർണ്ണിക്കാൻ ജീവനില്ലാത്തവേ ഉള്ളൂ. അവരുടെ വർണ്ണന ഇവിടെ തീരുന്നില്ല. അപ്പൊ അവർ ഇത്രയൊക്കെ വർണ്ണിച്ചിട്ടും അവരുടെ ആ വികാരങ്ങളെ, കൃഷ്ണനോടുള്ള പ്രേമത്തിൽ നിന്നും ഉണ്ടായ വികാരങ്ങളെ അടക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ പ്രകൃതിയിലെ ചേതനയില്ലാത്ത വസ്തുക്കളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നത്. ചേതനയുള്ള വസ്തുക്കളെ കുറിച്ച് വർണ്ണിച്ച് തീർന്നിട്ടും അവരുടെ ഉള്ളിലുള്ള വികാരങ്ങള്, ദുഃഖങ്ങള് ഇതുവരെ ശമനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരിപ്പോൾ ചേതന ഇല്ലാത്തതിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ജീവഗോസ്വാമി പറയുന്നത്, ഈ വേനൽച്ചൂടിൽ ഇത്രയധികം ഗോക്കളെ മേയ്ക്കാൻ വളരെയധികം പുല്ലുകൾ വേണം. ഇത്ര ആയിരക്കണക്കിന് 10,000-കണക്കിന് ഗോക്കളാണുള്ളത്. വേനൽക്കാലാണ്, അവർക്കൊക്കെ പുല്ല് വേണം. അതിനെയൊക്കെ കൊണ്ടു നടക്കാനായിട്ട് ഇത്രയും അധികം ഗോപന്മാരുണ്ട് കൂടെ, ഗോപക്കുട്ടികളുണ്ട് കൂടെ. അവർക്ക് വെയിലത്ത് റെസ്റ്റ് ചെയ്യാനും ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ടുള്ള തണൽ വേണം. ഇപ്പൊ മരങ്ങളുടെയൊക്കെ ഇല പൊഴിഞ്ഞിരിക്കുകയാണ് ചൂട് കൊണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട്, ഇതിനെല്ലാം ഒരു പ്രതിവിധിയായിട്ടാണ് ഭഗവാൻ ഉച്ചത്തിൽ തന്റെ വേണു ഊതിയത്. അപ്പൊ ജീവഗോസ്വാമി പറയുന്നത്, ഈ വേണു ഭഗവാൻ ഊതിയത് കാർമേഘങ്ങളെ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. കാർമേഘങ്ങളെ ഭഗവാൻ വിളിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ വേനൽ ചൂടില് കാർമേഘങ്ങൾ അവിടെ എത്തിയത്. ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു വേനൽ ചൂടിൽ കാർമേഘങ്ങൾ എങ്ങനെ കാണുന്നത്. അപ്പൊ ഞാൻ 2 കാരണങ്ങൾ പറഞ്ഞു. ഒന്ന്, പ്രകൃതി അറേഞ്ച് ചെയ്തു. 2, അത് ഇഷ്ടത്തിന് വന്നു. ഇത് ജീവഗോസ്വാമിയുടെ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത് അതുമായിട്ട് മിക്സ് ചെയ്യാറ്. ജീവഗോസ്വാമി പറയുന്നത്, ഭഗവാൻ ഊതിയ ആ വേണുനാഥത്തിന്റെ രാഗം മല്ലരാഗം, അല്ലെ, മല്ലര രാഗം. അത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലുള്ള ഒരു രാഗമാണ്. സപ്തസ്വരങ്ങളിൽ ഒരു സ്വരമാണ് മല്ലര രാഗം. അത് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള രാഗമാണത്. മഴ സീസണിൽ ആലപിക്കുന്ന രാഗം. ആ രാഗമാണ് അന്നേരം ഭഗവാൻ ഊതിയത്. ഭഗവാൻ തന്റെ വേണു ആ സമയത്ത് വായിച്ചത് എങ്ങനെയാണ്? മല്ലര രാഗത്തിൽ. മല്ലര രാഗത്തിൽ വായിച്ചത് മേഘങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. അത് മേഘങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, ബാക്കി ആർക്കും അത് മനസ്സിലാകില്ല. അപ്പൊ മേഘങ്ങൾക്ക് മനസ്സിലായി തങ്ങളെ കൃഷ്ണൻ വിളിക്കുന്നു, കൃഷ്ണന് ശീതളത വേണം, ബാക്കിയുള്ളവർക്കൊക്കെ അല്പം ശാന്തത ഏകാനും വേണ്ടിയിട്ടും ആ ബാക്കിയുള്ള പുല്ലുകളും മരങ്ങളും ഒക്കെ പെട്ടെന്ന് കിളിർക്കാൻ വേണ്ടിയിട്ടും ഭഗവാൻ, അതുകൊണ്ടാണ് അവര് ശീതളത കാർമേഘങ്ങൾക്കാൽ കൊടയായി രൂപപ്പെട്ടിട്ടും മഴവെള്ളം ചീറ്റിച്ച് എന്തിനു വേണ്ടിയായിരുന്നു? അവിടെ പുല്ലുകൾ വരാനും മരങ്ങൾ കില വെക്കാനും പിന്നെ നദിയിൽ കുറച്ചുകൂടി വെള്ളം വരുമ്പോൾ ഈ ഗോക്കൾക്കൊക്കെ ജലപാനം ചെയ്യാനും വേണ്ടി. അപ്പൊ കൃഷ്ണന്റെ ഇൻവിറ്റേഷൻ കൊണ്ടാണ് കാർമേഘങ്ങൾ വന്നതെന്നാണ് ജീവഗോസ്വാമി പറയുന്നത്. അപ്പൊ ആ വേണുനാഥത്തിൽ മുഴുവനും കൃഷ്ണൻ പ്രേമരസം നിറച്ചിരുന്നു. നമുക്കറിയാം, രാസനൃത്ത സമയത്തും അല്ലാതുള്ള സമയത്തും ഗോപികമാരെ വിളിക്കാൻ സമയത്ത് ഭഗവാൻ ഊതുന്ന വേണുനാഥം വേറെയാണ്. ഗോക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ അവർക്ക് വേണ്ടി ഊതുന്ന വേറെയാണ്. ഓരോ രാഗങ്ങളും ഓരോരുത്തർക്കും പ്രത്യേകം വേണ്ടി ചിട്ടപ്പെട്ടിരിക്കുന്നു. ഓരോ ഗോപികമാരും കേൾക്കുമ്പോൾ കൃഷ്ണൻ പ്രേമപൂർവ്വം തന്നെ വിളിക്കുന്നു എന്നാണ് തോന്നുന്നത്, തന്നെ മാത്രം. പലപ്പോഴും ഗോപികമാർ ഉറക്കത്തിൽ കൃഷ്ണന്റെ വേണുനാഥം കേൾക്കുന്നതായി തോന്നിയിട്ട്
അവിടെ വേണുനാഥം ഇല്ല. സത്യത്തിൽ കൃഷ്ണൻ ഉറങ്ങുകയാണ്, യശോദമയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. പക്ഷെ ഗോപികമാരുടെ അഗാധമായ പ്രേമത്താൽ ഒരു സ്വപ്നത്തിൽ കൃഷ്ണന്റെ വേണുനാഥം കേട്ടിട്ട് വീട്ടിൽ നിന്ന് ഉറങ്ങി ഓടി തിരുവനത്തിലും മറ്റു വനത്തിലൊക്കെ ചെന്ന് അവിടെ നിന്നപ്പോഴാണ് അവർക്ക് പരിസരബോധം വരുന്നത്. മുഴുവൻ അന്ധകാരം, ആരുമില്ല, ഒറ്റയ്ക്ക് വന്യമൃഗങ്ങളുള്ള വനത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് താൻ കണ്ടത് വെറും സ്വപ്നമായിരുന്നല്ലോ. ഒരു നെടുവീർപ്പോടെ നിറകണ്ണുകളോടെ അവർ തിരിച്ചു നടക്കും, വന്നിട്ട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങും. അങ്ങനെ എത്രയോ രാവുകൾ ഗോപികമാർ ഓരോ വനത്തിലും പോയിട്ടുണ്ട്. കാരണം ആ വേണുനാഥത്തിലുണ്ടായി ഭഗവാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രേമത്തിന്റെ ധ്വനി അവരുടെ കാതുകളിൽ കർണേന്ദ്രൻ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരിക്കലും അവിടെ നിന്ന് പോകില്ല. ഏത് നിമിഷം അവർ അത് മാത്രം കേട്ട് അത് ആസ്വദിച്ചാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ ഈ മല്ലര രാഗത്തിൽ നിന്നും രാഗത്തോടെ ഉയർന്നു വന്ന ആ വേണുനാഥം മുഴുവനും കാർമേഘത്തിനെ ആകർഷിക്കേണ്ട പ്രേമത്തിന്റെ ധ്വനി ഭഗവാൻ നിറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാർമേഘങ്ങൾ പെട്ടെന്ന് വന്നതും സ്വയം ഉരുകിയില്ലാതായതും. അതുകൊണ്ട് തന്നെ ആ ധ്വനിയുടെ, ആ വേണുരാഗത്തിന്റെ ആ അമൃതം നുണഞ്ഞ അവരെല്ലാം മറന്നു, തങ്ങളുടെ അസ്തിത്വം മറന്നു, സ്വയം കൃഷ്ണനെ സമർപ്പിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് ഗോപികമാർ വീണ്ടും പറയുന്നത്, ഈ കാർമേഘങ്ങളുടെ അത്രയും പോലും ഭാഗ്യം നമ്മൾക്കില്ലെന്ന്. നമുക്ക് എന്തിനാണ് ഈ മനുഷ്യജന്മം കിട്ടിയത്? എന്തിനാണ് നമ്മൾ വൃന്ദാവനത്തിൽ വന്ന് പിറന്നത്? എന്തിനാണ് നമ്മൾ ഗോപികമായിട്ട് ജനിച്ചത്? കൃഷ്ണനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ, കൃഷ്ണ സേവ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ജന്മം കൊണ്ട് എന്ത് ഫലം? കാരണം മനുഷ്യ ജന്മം തന്നെ കൃഷ്ണസേവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ഈ ശ്ലോകം കേട്ടിട്ടുണ്ടായിരിക്കും, ഗീതാമഹാത്മ്യത്തിലെ ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവേ പുത്ര ഏവ ഏകോ മന്ത്ര തസ്യ നാമാനിയാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം. ഇത്ര എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും ഒരേ ഒരു ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദേവകീ പുത്രഗീതം, ദേവകിയുടെ പുത്രൻ ആലപിച്ച ഗീതം, അതായത് ഭഗവത്ഗീത. ഏകദേവോ ദേവകി പുത്ര, ഒറ്റ ദൈവമേ ഉള്ളൂ, അത് ദേവകി പുത്രൻ മാത്രം. ഏകമന്ത്ര തസ്യ നാമാനിയാനി, ഒരൊറ്റ മന്ത്രം, അദ്ദേഹത്തിന്റെ ആ ഭഗവാന്റെ നാമം, ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ. എന്നിട്ട് ഏറ്റവും പ്രത്യേകപ്പെട്ട ലാസ്റ്റ് വരെയാണ് കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഒരേ ഒരു കർമ്മം നമുക്ക് ചെയ്യാനുള്ളത് ആ ഭഗവാന്റെ സേവയാണ്. ഭർത്താവിന്റെ സേവയും ഭാര്യയുടെ സേവയും മക്കളുടെ സേവയും ഒക്കെ ചെയ്തുകൊള്ളൂ. പക്ഷെ ഇത് മറക്കരുത്, ഈ ശരീരം നമുക്ക് കിട്ടിയിരിക്കുന്നത് കർമാപ്യേകം തസ്യ സേവസ്യേയം. അപ്പൊ ഇവിടെ നമുക്ക് ബാക്കി എല്ലാവരുടെയും ബന്ധുജനങ്ങളുടെ, അപ്പം ഇവിടെ ഗോപികമാര് പറയുന്നത്, ഈ വൃന്ദാവനത്തിൽ ജനിച്ച നമ്മൾക്ക് ഭർത്താക്കന്മാരുടെ വിലക്കുണ്ട്, പിന്നെ മാതാപിതാക്കളുടെ വിലക്കുണ്ട്, ഭർത്തക്കാരുടെ വീട്ടിലെ അവരുടെ അമ്മായിയപ്പൻ അമ്മാമ്മയാരുടെ വിലക്കുണ്ട്, ബന്ധുക്കാരുടെയൊക്കെ വിലക്കുണ്ട്. കൃഷ്ണ ഒറ്റയ്ക്ക് പോയി കാണാൻ പറ്റില്ല. ഈ കാർമേഘത്തിന്റെ സൗഭാഗ്യം നോക്ക്, അവർക്ക് ഒരു വിലക്കുമില്ല. അവരുടെ മാതാവും പിതാവും അവരെ അനുവദിച്ചിരിക്കുന്നു. അവരുടെ മാതാവ് ആരാണ്? സമുദ്രം. സമുദ്രം പറയും, നീ പോയി പെയ്തുകൊള്ളൂ, നീ കൃഷ്ണന് വേണ്ടി ശീതളത പ്രദാനം ചെയ്തുകൊള്ളൂ, ഞങ്ങൾക്കൊരു വിലക്കുമില്ല. പിതാവ് ആരാണ്? സൂര്യൻ. സൂര്യനാണ് അവരെ സൃഷ്ടിച്ച് താഴോട്ട് മഴത്തുള്ളിയായിട്ട് വിടുന്നത്. അപ്പൊ കാർമേഘത്തിനുള്ള ഭാഗ്യം പോലും മനുഷ്യജന്മത്ത് നമുക്കില്ലല്ലോ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഗോപികമാർ വിലപിക്കുന്നത്. അതാണ് വേണുകാലത്തിന്റെ ആ മാധുര്യം. കൃഷ്ണ പ്രേമത്തിന്റെ മാധുര്യത്തിന്റെ കുറച്ച് ജലകണങ്ങൾ നമ്മളിൽ എത്തിക്കാൻ ഗോപികമാരുടെ ഈ സ്തുതി കൊണ്ടും സുഗോസമയുടെ കൃപ കൊണ്ടും നമുക്ക് കിട്ടുന്നു, ആ ഭാഗ്യം നമുക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തണം. 16ാമത്തെ ശ്ലോകം നമുക്കിവിടെ നിർത്താം. ഇനി നമ്മൾ അടുത്ത ആഴ്ച ക്ലാസ് ഇല്ല. 17ാമത്തെ ശ്ലോകത്തിലെ പിന്നെ പുല്ലികളെ കുറിച്ചൊക്കെ, ആദിവാസി പെൺകുട്ടികളെയും പുല്ലികളെ കുറിച്ച് വളരെ മനോഹരമാണത്. അടുത്ത വെള്ളിയാഴ്ച ഏകാദശിയാണ്. ഏകാദശി ദിവസം ഞാൻ വൈകിട്ട് ഒരു 5 മണി വരെ ജപിക്കും. രാവിലെ വെളുപ്പിനെ 3 മണിക്ക് അമ്പലത്തിൽ പോയി 5 മണിക്കാണ് വീട്ടിൽ വരുന്നത്. 5 മണി വരെ ജപിക്കും. 5 മണിക്ക് വന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് എടുക്കും, ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ഗീത മൊത്തം വായിക്കും. 700 ശ്ലോകം വായിക്കും.
അതെല്ലാം കഴിയുമ്പോൾ 9:30 അതുകൊണ്ട് അടുത്ത ആഴ്ച എന്നെ ക്ഷമിക്കണം. അടുത്ത ആഴ്ച ക്ലാസ് വെക്കില്ല. ഏകദേശം ഒന്നും ക്ലാസ് കാണില്ല. ഞാൻ എൻ്റെ ലൈവ് ഗീതാ ക്ലാസ്സും ഏകദേശം ഉണ്ടെങ്കിൽ ഏകദേശം ഒന്നുമില്ല. ഇത് മാത്രം രാവിലെ മുതൽ വൈകുന്നേരം അമ്പലത്തിലും ജപിക്കും. വൈകിട്ട് വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് 700 ശ്ലോകം വായിക്കും. അപ്പോഴത്തേക്ക് നല്ല ഉറക്കം വരും, കിടന്നുറങ്ങും. ഓക്കെ, ആർക്കിൽ നിന്ന് പറയാനോ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, പറയാം. ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. ആരുമില്ല? ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ മാതാ. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. എനിക്കല്ല, ശുഭോസമിക്ക്. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം. പ്രഭു തന്നെയാണ് പറഞ്ഞെന്ന് തോന്നുന്നത്. മുന്നത്തെ പണ്ടത്തെ ക്ലാസ്സുകളിൽ പ്രഭു പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. ശുഭദേവ ഗോസ്വാമിക്കും സരസ്വതി ദേവിക്കും പിന്നെ നാരദ മഹർഷിക്കും നമ്മളെപ്പോഴും ഒരു മനസ്സുകൊണ്ട് നമ്മൾ നമസ്കരിക്കണമെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആചാര്യന്മാർക്ക് എല്ലാവർക്കും. അപ്പൊ എന്നാലേ നമുക്ക് ആ ഭാഗവതം നമ്മുടെ മനസ്സിലേക്ക് വേണ്ട രീതിയിൽ എത്താൻ കഴിയുള്ളൂ. അപ്പൊ അത് അന്ന് പ്രഭു പറഞ്ഞ പിന്നെ എപ്പോഴും ഭാഗവതം വായിക്കുന്നതിന് മുന്നേ അങ്ങനത്തെ ഒരു ഇത് ചെയ്യാറുണ്ട്. ഇപ്പൊ പ്രഭു ഒന്നും കൂടി അത് ഊട്ടി പറഞ്ഞപ്പോ ഒന്നും കൂടി അത് ചെയ്യാതിരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. സന്തോഷം പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. അത് ഭഗവത്ഗീത ഇന്നലെ ഭഗവത്ഗീത ഉണ്ടായിരുന്നു ഓൺലൈനിൽ, ഫേസ്ബുക്കിൽ ഭഗവത്ഗീതയുണ്ട്. അതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. ഭഗവത്ഗീത വായിക്കുമ്പം നമുക്കൊന്നും മനസ്സിലായില്ല ഭഗവത്ഗീത. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുന്ന പോലെയാണ്. അത് കയ്യും കാലും അച്ഛനും അമ്മയും കൂടെ പിടിച്ചോണ്ട് മരുന്ന് വായിൽ വെച്ചത്. കൊച്ചിന് അറിയില്ല എന്താ, പക്ഷെ മരുന്ന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അതിന്റെ ഫലം കിട്ടും. അതേപോലെയാണ് ഗീതയും ഭാഗവതമൊക്കെ. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെ അതിന്റെ ആ ഒരു എന്താ പറയുക വൈബ്രേഷൻ നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധമാവും. ആ വ്യാസാസനത്തിൽ ആരിയ്ക്കുന്നു നോക്കരുത്, പറയുന്നത് എന്താണെന്ന് നോക്കണം. ഇരിക്കുന്ന ആരായാലും ശരി, എത്ര പുതിയ ഡിവോട്ടി ആയാലും ശരി, പറയുന്നത് ഭാഗവത ഗീതയാണെങ്കിൽ നമ്മൾ ഇരുന്ന് കേൾക്കണം. കാരണം അവരുടെ കഴിവല്ല, ഗീതയുടെയും ഭാഗത്തിന്റെ മഹത്വമാണ് നമ്മൾക്ക് ഉൾക്കൊള്ളേണ്ടത്. നമ്മൾ ആചാര്യന്മാരെ എപ്പോഴും സ്മരിക്കണം. അത് ഒരു പ്രഭു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ പേര് ഞാൻ പറയുന്നില്ല. പ്രഭു ഇങ്ങനെ പ്രഭുവിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഭഗവത്ഗീതയുടെ ഫുൾ ഇത് റെഡിയാക്കി കൊടുക്കാനായിട്ട് അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രഭു ഒത്തിരി പരിശ്രമിച്ച് കുറെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊന്നും ശരിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം എന്താ പ്രഭുപാദരെ നമസ്കരിക്കാണ്ടാണ് അത്രയും നാളും ചെയ്തിരുന്നത്. പ്രഭുപാദർക്ക് ആ ഒരു നമസ്കാരം മനസ്സുകൊണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോ പിടിപിടിയെന്നാണ് അങ്ങനത്തെ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് ഓരോന്നും നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഗുരു ആചാര്യന്മാരെ വന്ദിക്കാണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മള് ഗുരുഅഷ്ടം ചൊല്ലത്തില്ലേ? ഗുരുഅഷ്ടം ചൊല്ലുമ്പോ സംസാരധാവ നലികടലോക കാരുണ്യ ഘനാഘനത്വം പ്രാപ്തസ്യ കല്യാണോനാർണവസ്യ വന്ദേ ഗുരു ശ്രീ ശരണാരവിന്ദം. ആ സമയത്ത് കണ്ണടച്ചിട്ട് നമ്മൾ ഇവരെയൊക്കെ സ്മരിക്കാം. ഇതെല്ലാം ഗുരുക്കന്മാര്, നാരദമുനിയെ വേണം, നമ്മുടെ ശിക്ഷാ ഗുരുവിനെ വേണമെങ്കിലോ പ്രഭുപാദിനെയോ ഈ ഗുരുവന്മയുള്ളവരെ നമുക്ക് ആരൊക്കെ അറിവ് പറയണ്ട അവരെയൊക്കെ നമുക്ക് കണ്ണടച്ച് ഒരു നിമിഷം സ്മരിക്കണം. വന്ദേ ഗുരു ശ്രീ ശരണാരവിന്ദം എന്ന് പറയുമ്പോൾ നമ്മൾ അവരെയൊക്കെ സ്മരിക്കണം. എപ്പോഴും നമ്മൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. അവരോട് കത്തിച്ചത് വേണം. നമുക്കില്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അല്ല, അന്ന് പ്രഭു ഇതും കൂടി പറഞ്ഞിരുന്നു. മറ്റേ ഗുരു അഷ്ടക ധാരണ വിശ്വനാഥ അദ്ദേഹത്തിനെ നമ്മൾ നമസ്കരിക്കണം അന്ന് പറഞ്ഞിട്ടില്ലേ? എപ്പോഴും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് പ്രഭു അന്ന് പറഞ്ഞത്. നമുക്ക് ഈ 20 ശ്ലോകം അതിനകത്തുള്ളൂ. 4 ശ്ലോകം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നിർത്തുകയാണ്. കാരണം 10ാമത്തെ സ്കന്ധത്തിൽ നമുക്ക് ഡയറക്റ്റ് കയറാൻ പാടില്ല എന്നാണ് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. 9 സ്കന്ധവും പഠിച്ചതിന് ശേഷം 10ാമത്തെ സ്കന്ധത്തിലോട്ട് നമ്മൾ കയറാൻ പാടില്ല. നമുക്ക് കൃഷ്ണ ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ എന്റെ ശിക്ഷാഗുരു എനിക്ക് അനുമതി തന്നുകൊണ്ടാണ് നമ്മൾ ആ വൃന്ദാവനത്തിലെ അസുര നിഗ്രഹത്തെ കുറിച്ച് ചർച്ച ചെയ്ത് വന്നപ്പോ ഈ വേണുഗാനം വന്നപ്പോ പറയണമെന്ന് തോന്നിയാണ് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിർത്തുവാനി. നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്ന ഭാഗവതം നമുക്ക് ഒരു ആദ്യം മുന്നൊന്ന് ഭാഗവതം ഒരു സമ്മറൈസ് ചെയ്തിട്ട് ചർച്ച ചെയ്യാം. എനിക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വേണേ അതിന്റെ ഇടയ്ക്ക് വേണേ നമുക്ക് ഗുരു അഷ്ടകത്തിനെ കുറിച്ചും സംസാരിക്കാം. ഓരോ ശ്ലോകത്തിനെയും കുറിച്ച് വളരെ മനോഹരമാണ്. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഗുരു അഷ്ടകം നമുക്ക് ഈ 4 ആഴ്ച കഴിഞ്ഞിട്ട് ഗുരു അഷ്ടകം ചെയ്യാം. ഗുരു അഷ്ടകം തീർന്നിട്ട് ഇന്ന് നമുക്ക് ഭാഗവത്തിലോട്ട് കടക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒത്തിരി നന്ദി. കൃഷ്ണ.